ആര്യ ഗുഡ് മോർണിംഗ്. ഉറങ്ങാണോ? ഇതെന്തോ എത്ര തലയാണോ വെച്ചേ കിടക്കുന്നേ? ഞാനിങ്ങനെ പണ്ട് മുതലേ കിടക്കുന്നത്. ഈ 2 തലയാണോ വെച്ചാണ് എപ്പോഴും കിടക്കുന്നത്? ചുമ്മാ അല്ല MRI സെർവൈക്കൽ സ്പോണ്ടിലോസിസും അവിടുത്തെ നെർവിന് കംപ്രഷനും ഒക്കെ വരുന്നത്. ഓരോരുത്തരും കിടക്കേണ്ട ഗ്രീവാഗ്രഹം അല്ലേ. അപ്പം ഓരോരുത്തർക്കും ഓരോ പൊസിഷനിലും കിടക്കേണ്ടതിന് നമ്മൾ ഓരോ രീതിയിൽ വേണം പില്ലോ വെക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയാണോ ഈ രീതിയിലാണോ കിടക്കുന്നത് എപ്പോഴും? ഈ ടൈമിൽ കിടക്കുമ്പോൾ നമ്മൾ ഒരു പില്ലോയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇങ്ങനെ കിടക്കും. അപ്പം നമ്മുടെ തലയ്ക്കും കഴുത്തിനും കൂടെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ കിടക്കാം. പിന്നെ നട്ടലിനും കൂടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടിൻ്റെ അടിയിലായിട്ടും കൂടെ തലയണ വെക്കുന്നത് നല്ലതാണ്. ഇനി സൈഡിലോട്ടാണ് അരികെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡ് തിരിഞ്ഞ് കിടന്നേ. സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോൾ അന്നേരം നമ്മുടെ തലയ്ക്കും കഴുത്തിനും അതുപോലെ നട്ടലിനും കൂടെ സപ്പോർട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലിൻ്റെ ഇടയിലായിട്ട് തലയണ വെച്ച് കൊടുത്താൽ ഇപ്പോൾ ഒരു കുറച്ചുകൂടെ റിലീസ് ആവുന്നില്ലേ, സ്ട്രെസ് റിലീവ് ആയിട്ട് തോന്നില്ലേ? ഈ ഒരു ഇതിൽ കിടക്കാം. ഇനി കമന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ കമന്ന് കിടക്കുകയേ ചെയ്യരുത്. ഈ നടുവേദനക്കാർക്കും കഴുത്തുവേദനക്കാർക്കും കമന്ന് കിടക്കുന്നത് ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കും. സോ ആ ഒരു പോസ്റ്റർ കഴിവതും അവോയ്ഡ് ചെയ്യാം. മനസ്സിലായോ?